ഇന്ന് കുഞ്ഞശ്ശ ആദ്യമായിട്ട് പിസ കഴിക്കാൻ പോവാട്ടോ. അതിൻ്റെയാണ് ഈ ചാട്ടവും തുള്ളലും ഒക്കെ. ടിവിയിൽ പരസ്യം കണ്ടപ്പോൾ മുതൽ പറയുന്നതാണ് പിസ വേണം പിസ വേണമെന്ന്. പിന്നെയും പരസ്യം കണ്ടതോടെ അത് കഴിച്ചിട്ടേ ഉള്ളൂ എന്ന് ഒറ്റ നിലപാടിലാണ് ആള്. എന്നാൽ പിന്നെ ഒരു പിസ വാങ്ങി കൊടുത്തേക്കാമെന്ന് ഞങ്ങളും വിചാരിച്ചു. പിസ വാങ്ങിത്തരാമെന്ന് പറഞ്ഞതോടെ റെഡിയാകാനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് ആൾ ഓടി വന്നു. കയ്യിൽ കിട്ടിയതൊക്കെ ഇട്ട് ഞങ്ങളും അങ്ങ് ഇറങ്ങി. ഡേ, ആ കയ്യിലിരിക്കുന്ന സാധനം കണ്ടോ? അതാണ് അവളുടെ ഹൈ ഹൈ ഷൂസ്, എന്ന് വെച്ചാൽ ഹൈ ഹീൽസ്. സംഭവം കയ്യിൽ കിട്ടിയത് തൊട്ട് ഊണിലും ഉറക്കത്തിലും എവിടെങ്കിലും പോയാൽ അവിടെയും കാലിലിടാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കയ്യിലെങ്കിലും പിടിച്ചോണ്ട് നടക്കും. എന്തായാലും പാട്ടൊക്കെ പാടി ഇരിപ്പുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അറിയാം എന്താകുമെന്ന്. സ്ഥലമെത്തി. ഏറ്റവും അടുത്തുള്ള ഡൊമിനോസിൽ തന്നെ ഞങ്ങൾ കയറി. ഭാഗ്യം, എന്തായാലും ഹൈ ഹൈ ഷൂസിന്റെ കാര്യം അവൾ മറന്നു, രക്ഷപ്പെട്ടു. അല്ലെ അതും കൊണ്ട് അകത്ത് കയറിയനെ ആള്. സംഭവം ഓർഡറൊക്കെ ചെയ്ത് ഞങ്ങളൊരു ടേബിളിൽ വന്നിരുന്നു. ഇനി പിസ വരാനുള്ള കാത്തിരിപ്പാണ്. ദേ അങ്ങോട്ട് നോക്കിക്കേ, ആ താടിക്ക് കൈയും കൊടുത്തുള്ള ഇരിപ്പ് കണ്ടോ? കണ്ടത്തൊന്നും എന്തൊരു ക്യൂട്ടാ, എന്തൊരു പാവം കൊച്ചാ. തനിക്കണം അറിയണമെങ്കിലേ വീട്ടിൽ വരണം. ഏതാണ്ട് 20 മിനിറ്റ് കഴിഞ്ഞതോടെ നമ്മുടെ സാധനം വന്നു. ചെറിയൊരെണ്ണമാണ് ഓർഡർ ചെയ്തിരുന്നത്. വളരെ ആകാംക്ഷയോടെ കൊച്ച് അതിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. അവൾ ടി വിയിൽ കണ്ടത് വളരെ കളർഫുള്ളായിട്ടുള്ള ഒരെണ്ണമായിരുന്നു. മഞ്ഞയും പച്ചയും ചുമലയും വെള്ളയും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ ടി വിയിലെ പോലെ ക്യാപ്സിക്കവും ടൊമാറ്റോ ഒക്കെ അഴിച്ചിട്ട് ടോപ്പിങ്സ് എക്സ്ട്രാ വേണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. അല്ലേ കൊച്ചിൻ്റെ മനസ്സിലെ പിസയും നേരിട്ട് കണ്ട പിസയും ഒന്നുപോലെ ആയില്ലെങ്കിലോ? വന്നപ്പോൾ നല്ല ചൂടായിരുന്നു. ഊതി 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 അവൾ അത് തണുപ്പിച്ചു. ചൂട് മാറിയപ്പം ആദ്യം ഒന്ന് തൊട്ട് നോക്കി, പിന്നെ നക്കി നോക്കി. പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ലാന്ന് തോന്നുന്നു. പിന്നെ നക്കി നോക്കി. പിന്നെ കൊച്ചിന് മനസ്സിലായി ടി വിയിൽ കാണുന്നത് പോലെയല്ല സാധനം, ഇതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഇല്ലാന്ന്. ഇനിയെങ്ങാനും ഇഷ്ടപ്പെട്ടാലോ എന്നോർത്ത് അവൾ വീണ്ടും വീണ്ടും തോണ്ടി നക്കി നോക്കി. ഒരു രക്ഷയില്ല. പിന്നെ ഒരല്പം സോസ് കൂടെ ഒഴിച്ചു. ഇപ്പോൾ ഇഷ്ടപ്പെട്ടു. എന്താന്നല്ലേ, പിസയല്ല സോസ്. പിന്നെ അവൾ അതിലേക്ക് വെച്ച് സോസ് മൊത്തം തോണ്ടിയെടുത്ത് നക്കി തിന്നു. അങ്ങനെ കുഞ്ഞശ്ശ ആദ്യ പരീക്ഷണത്തിൽ തന്നെ തൻ്റെ അഭിപ്രായം മാറ്റി. നോ എന്ന ഒറ്റ വാക്കിൽ പിസയുമായി ബന്ധപ്പെട്ട തൻ്റെ ഭാവി തീരുമാനങ്ങളെല്ലാം അവൾ വെളിപ്പെടുത്തി. ഇനി ആ വഴിക്കില്ലെന്നാണ് അവൾ പറഞ്ഞേക്കുന്നത്. കുറച്ച് ടൊമാറ്റോ സോസ് നക്കി തിന്നതിൻ്റെ ക്ഷീണം മാറ്റാൻ കൊച്ചു കുറച്ചു നേരം കടയുടെ മുറ്റത്തുകൂടി തെക്ക് വടക്ക് നടന്നു. അതിൻ്റെ ക്ഷീണം മാറിയപ്പോൾ ഇനി എനിക്ക് വേണ്ടായേ എന്ന് പറഞ്ഞ് കുഞ്ഞശ്ശ സ്ഥലവും കാലിയാക്കി.